നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ വൈവിധ്യങ്ങളായ ഗോത്ര കലാരൂപങ്ങളുടെ സംഗമവേദിയായി ജനകൽസ. കാസർഗോഡ് കുറ്റിക്കോലിലായിരുന്നു പരിപാടി. കേരള സംസ്ഥാന ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പള മേഖലാ സമ്മേളനം നടന്നു. കുടുംബസംഗമവും നടത്തി. സുറാവിന്റെ ഇങ്ങ് വടക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിലായിരുന്നു പ്രകാശന ചടങ്ങ്. കല്ലങ്കയിൽ പിക്കപ്പ് മറിഞ്ഞ് 14 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. മത്സ്യബന്ധനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായ ലക്ഷ്യമുള്ള ത്രിതല സമൂഹങ്ങളായി വനിതകളെ സംഘടിപ്പിച്ച് ലഭ്യമായ ആശയവിഭവ സ്രോതസ്സുകളുടെ ആവശ്യാധിഷ്ഠിത സമന്വയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ 27 വർഷമായി തുടരുന്ന സംസ്ഥാന സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സമീപനമാണ് കുടുംബശ്രീ. സമ്പാദ്യ വായ്പാ പദ്ധതികളും സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച കുടുംബശ്രീ വൈവിധ്യവൽക്കരണത്തിന്റെ ജനകീയ കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞു. സ്വയം പര്യാപ്തതയുടെ വർഷങ്ങളിലൂടെയാണ് കുടുംബശ്രീ പ്രസ്ഥാനം കടന്നുപോകുന്നത്. കുടുംബശ്രീയിലെ അംഗത്വം 50 ലക്ഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വേളയിലാണ് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ ചരിത്ര വർത്തമാനങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അടുത്തറിയുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയ്യാത്ത കാര്യങ്ങളില്ല, കുടുംബശ്രീ കൈവെക്കാത്ത കാര്യങ്ങളില്ല. എന്തൊന്നും കുടുംബശ്രീയെ കുറിച്ച് ഞാൻ ആലോചിച്ചു. കുടുംബശ്രീ വലിയ പാലം റോഡ് നിർമ്മാണം വെച്ച് ബാക്കിയൊക്കെ ഈവൻ കെട്ടിട നിർമ്മാണത്തിൽ പോലും കുടുംബശ്രീ യൂണിറ്റ് അത്ര ഉപയോഗിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും കുടുംബശ്രീ ഒരു സർക്കാരിന്റെ പരിചയമാണെന്ന് പറയാം. എന്ത് ചെയ്യുന്നു അതൊക്കെ കുടുംബശ്രീയിൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക്. അത്രയും വലിയൊരു സംവിധാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. 48 ലക്ഷം നമ്മളിപ്പോൾ 50+ ക്യാമ്പയിനിലേക്ക് പോവുകയാണ്. 50 ലക്ഷം ആൾക്കാരെ കുടുംബശ്രീയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങി എല്ലാ ജില്ലകളിലും തുടങ്ങി കഴിഞ്ഞു. 48 ലക്ഷം മുതൽ 50 ലക്ഷം ഈ വർഷാവസാനത്തോടുകൂടി എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ M അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ PRO ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ VV, കാറടുക്ക CDS ചെയർപേഴ്സൺ സവിതാകുമാരി P, നീലേശ്വരം രാജാസ് HSS മാക്കേറിലെ പ്രസന്ന, സ്വാതി പ്രസ് ചട്ടഞ്ചാലിലെ പത്മാവതി, ബേടകം അപ്പാരൽ പാർക്കിലെ തങ്കമണി, യാത്രാശ്രീ മാനേജർ രമ്യ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് GN എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ ചരിത്രം വർത്തമാനം എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. ഡോക്ടർ MK രാജശേഖരൻ വിഷയാവതരണം നടത്തി. കുടുംബശ്രീ സാധ്യതകൾ എന്ന വിഷയത്തിൽ മായ ശശിധരൻ, കുടുംബശ്രീ ഒരു മാതൃക എന്ന വിഷയത്തിൽ ദീപ S നായർ, കുടുംബശ്രീയും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ മാറ്റവും എന്ന വിഷയത്തിൽ ഡോക്ടർ MK രാജശേഖരൻ, കുടുംബശ്രീയിലെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ B ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ഹരിദാസ് D, ഇക്ബാൽ CH, കിഷോർ കുമാർ KM, സൗദ CM, രേഷ്മ M എന്നിവർ വിഷയ സമീപനം നടത്തി. തുടർന്ന് ചർച്ച നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ K സ്വാഗതവും കുടുംബശ്രീ PRO അമ്പിളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭ കൃഷിഭവന്റെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. വന്യമൃഗശല്യം തടയുക, ജനവിരുദ്ധ കർഷകദ്രോഹ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് നഗരസഭാ കൃഷിഭവനിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA അബ്ദുല്ലക്കുഞ്ഞി ഹാജി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് സൈനുദ്ദീൻ പട്ടിലവളപ്പ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡികൾ ആ സബ്സിഡികളൊന്നും തന്നെ കൊടുക്കുന്നില്ല.
സബ്സിഡികൾ കൊടുക്കാതെ കേരളത്തിന്റെ കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ബഡ്ജറ്റ് പ്രൊവിഷനുകളിൽ സബ്സിഡിക്ക് പണം വെക്കുകയും പക്ഷേ സാമ്പത്തിക ബാധ്യതകളാണെന്ന് പറഞ്ഞ് കർഷകർക്ക് മുമ്പിൽ കൈമലർത്തി കർഷകരെ നട്ടം തിരിക്കുന്ന രീതിയിലേക്കാണ് കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. മുഹമ്മദ് ഹാജി വെൽക്കം, ഹമീദ് ബെദിര, നൈമുൻ നിസ, PV അബ്ദുല്ല, KM റഹീം നെല്ലിക്കുന്ന്, അസൈനാർ താനിയത്ത്, ലത്തീഫ്, ബഷീർ എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഐഡിയൽ സ്വാഗതവും K യൂസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുറ്റിക്കോലിൽ നടന്ന ജനഗൽസ വിവിധ ജില്ലകളിലെ വൈവിധ്യങ്ങളായ ഗോത്ര കലാരൂപങ്ങളുടെ സംഗമവേദിയായി മാറി. അന്യം നിന്നു പോകുന്ന വിവിധ കലാരൂപങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ജനഗൽസ പദ്ധതിയുടെ ഭാഗമായാണ് 5 ജില്ലകളിലെ കലാകാരന്മാർ 2 ദിവസങ്ങളിലായി കുറ്റിക്കോലിൽ ഒത്തുചേർന്നത്. കൊറക നൃത്തം, എരുതുകളി, മംഗലംകളി, കൊക്കമാന്തിക്കളി, വയനാട് ജില്ലയിലെ നാടൻ കലകളുടെ അവതരണം, കുട്ടും കുഴലും, ഇരുള നൃത്തം, കൊല്ലവയാട്ടം തുടങ്ങി വൈവിധ്യങ്ങളായ കലാരൂപങ്ങളാണ് ജനഗൽസ വേദിയിൽ അരങ്ങേറിയത്. കാസർഗോഡ് ജില്ലയിലെ പ്രത്യേക ഗോത്രവർഗമായ കൊറക സമുദായത്തിന്റെ പാരമ്പര്യ നൃത്തരൂപമായ കൊറക നൃത്തം കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവം പകർന്നു. പാളത്തൊപ്പിയണിഞ്ഞ സ്ത്രീകളുടെ സംഘം ജനഗൽസ വേദിയിൽ കൊറക നൃത്തത്തിന്റെ ചുവടുകൾ വെച്ചപ്പോൾ കാഴ്ചക്കാർ ഹൃദയപൂർവ്വം ഈ കലാരൂപത്തെ മനസ്സിലേറ്റി. കൊറക ഭാഷയിൽ പാട്ടിന്റെ ശീലുകൾ കൂടി ഒത്തുചേർന്നതോടെ കൊറക നൃത്തം കാണികളുടെ മനം കവർന്നു. പുലിക്കുന്നിൽ നിന്നുമുള്ള സഞ്ജീവ സംഘമാണ് കൊറക നൃത്തം അവതരിപ്പിച്ചത്. ജില്ലയിലെ പ്രത്യേക ഗോത്രവർഗമായ കൊറക സമുദായത്തിന്റെ പാരമ്പര്യ നൃത്തരൂപമാണ് കൊറക നൃത്തം. കാതുകുത്ത്, കല്യാണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് ഈ നൃത്തരൂപം അരങ്ങേറുന്നത്. പ്രായമുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കൊറക നൃത്തത്തിനു പുറമെ കാസർഗോഡ് തദ്ദേശീയ ജനതയുടെ തനത് കലാരൂപങ്ങളായ എരുതുകളി, മംഗലംകളി, കണ്ണൂർ ജില്ലയിലെ തദ്ദേശീയ കലാരൂപമായ കൊക്കമാന്തിക്കളി, വയനാട് ജില്ലയിലെ നാടൻ കലകളുടെ അവതരണം, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വട്ടകളി, മലപ്പുറത്തെ ഗുഡിനെ, പാലക്കാടിന്റെ കൊട്ടുംകുഴലും, അട്ടപ്പാടിയിൽ നിന്നുള്ള ഇരുള നൃത്തം, ഇടുക്കിയിലെ കൊല്ലവയാട്ടം എന്നിവയും അരങ്ങേറി. പാരമ്പര്യ കലാരൂപങ്ങളുടെ അവതരണം M. രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനഗൽസ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ ഉന്നതികളിലെ ഊരുമൂപ്പന്മാരെയും ഊരുമൂപ്പത്തിമാരെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ എന്നിവർ ആദരിച്ചു. 22 ഊരുമൂപ്പത്തിമാരെയും 48 ഊരുമൂപ്പന്മാരെയുമാണ് ആദരിച്ചത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. രതീഷ് കുമാർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M. കിഷോർ കുമാർ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ യദു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീർച്ചാൽ ഏണിയാർപ്പ് ലൈഫ് ഹൗസ് വില്ലയിലെ കുടുംബങ്ങളുടെ വില്ലേജ് ഓഫീസ് മാർച്ച് ഫലം കണ്ടു. ജില്ലാ കളക്ടറുടെ ഇടപെടലിൽ നാട്ടുകാർക്ക് സർക്കാർ നൽകിയ സ്ഥലവും വീടും ഉറപ്പായി. ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധവും ജനങ്ങളുടെ പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ നൽകിയ സ്ഥലവും വീടും റോഡും സ്വകാര്യ വ്യക്തി കയ്യേറാനുള്ള ശ്രമത്തിനെതിരെ ബേള വില്ലേജ് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റി നടത്തിയ മാർച്ച് ഫലം കണ്ടു. നീർച്ചാൽ ഏണിയാർപ്പ് ലൈഫ് ഹൗസ് വില്ലയിലെ കുടുംബങ്ങൾക്കാണ് ജില്ലാ കളക്ടർ ഇമ്പശേഖറിന്റെ ഇടപെടലിൽ നീതി ഉറപ്പായത്. സർക്കാർ നൽകിയ സ്ഥലത്ത് സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി വഴി ലഭിച്ച 58 വീടുകളിൽ താമസിച്ചു വരുന്ന കുടുംബങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 25-ന് ബേള വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. KCN ചാനലും വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ റവന്യൂ വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായി പരാതി കേൾക്കാൻ കുടുംബങ്ങളെ നേരിട്ട് വിളിപ്പിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. റിസർവേയുടെ മറവിലാണ് സ്വകാര്യ വ്യക്തി 50 സെന്റ് സ്ഥലം തന്റേതാണെന്ന വാദവുമായി രംഗത്ത് വന്നത്. ഇതോടെ 4 വീട് നിൽക്കുന്ന സ്ഥലവും ലൈഫ് ഹൗസ് വില്ലയിലേക്കുള്ള റോഡുമാണ് ഇല്ലാതാകാനിരുന്നത്. ഇതിനെതിരെയാണ് വില്ലയിലെ കുടുംബങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സമരത്തിന് നേതൃത്വം നൽകിയത്. സമരത്തിന് കരുത്തായി പ്രവർത്തിച്ച CPM നേതാക്കളെ ആക്ഷൻ കമ്മിറ്റി അഭിനന്ദിച്ചു. നിലവിൽ റോഡിന്റെ പണി പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സുറാബിന്റെ ഇങ്ങ് വടക്ക് എന്ന വേറിട്ട പുസ്തകം കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിൽ പ്രകാശനം ചെയ്തു. സിനിമാ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോൽ എഴുത്തുകാരി മൈസൂന ഹാനിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. കവിയും നോവലിസ്റ്റും ഗ്രന്ഥകാരനുമായ സുറാബിന്റെ ഇങ്ങ് വടക്ക് എന്ന വേറിട്ട പുസ്തകം കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിൽ പ്രകാശനം ചെയ്തു. കാസർഗോട്ടെ 30-ൽ പരം എഴുത്തുകാരന്മാരെയും കലാകാരന്മാരെയും ചേർത്ത് പിടിച്ച് രചിച്ച കൃതിയായ ഇങ്ങ് വടക്ക് സിനിമാ നാടക സംവിധായകൻ ഗോപി കുറ്റിക്കോൽ എഴുത്തുകാരി മൈസൂന ഹാനിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. ഒരു പുസ്തകം ഒരു രാജ്യത്തെ ഒരു ലോകത്തെ മാറ്റിമറിക്കുമെങ്കിൽ അതിലെ വാക്കുകളും അതുയർത്തുന്ന സന്ദേശവുമാണ് എപ്പോഴും ആ പുസ്തകത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പ്രകാശനം ചെയ്ത ഈ കൃതി, ഈ പുസ്തകത്തിൽ പരാമർശിച്ച അല്ലെങ്കിൽ അതിൽ ഗസ്റ്റുകളായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാ എഴുത്തുകാരും അവരവരുടെ വാക്കുകൾ കൊണ്ട്, അവരവരുടെ ഭാവന കൊണ്ട് രാജ്യത്തെയോ അല്ലെങ്കിൽ അവർ വസിക്കുന്ന സമൂഹത്തെയോ പരിഷ്കരിക്കാൻ നിൽക്കുന്നവരാണ്. എന്നുവെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പുസ്തകം എപ്പോഴും സ്വയം നവീകരിക്കാനും, പുസ്തകം എന്ന് വെച്ചാൽ എഴുത്ത്, സ്വയം നവീകരിക്കാനും മറ്റുള്ളവരെ നവീകരിക്കാനും സമൂഹത്തെ നവീകരിക്കാനുമാണ് പുസ്തകം എപ്പോഴും ഉപയോഗപ്പെടുന്നത്. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപികയും എഴുത്തുകാരിയുമായ പി ജയശ്രീ പുസ്തക പരിചയം നിർവഹിച്ചു. ഗ്രന്ഥകർത്താവ് സുറാബ് ആമുഖ ഭാഷണം നടത്തി. അഷ്റഫ് അലി ചേരങ്കൈ, ഗിരിധർ രാഘവൻ, ടോംസൺ ടോം, ബാലകൃഷ്ണൻ ചെറുക്കള, ഹമീദ് കാവിൽ, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ, ഡോക്ടർ എം.എ. മുംതാസ്, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, എ.എസ്. മുഹമ്മദ് കുഞ്ഞി, സന്തോഷ് ഒഴിഞ്ഞവളപ്പ്, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, നാരായണൻ പേരിയ, വി പ്രഭാകരൻ, കെ അബ്ദു കാവുകോളി, സന്ദീപ് കൃഷ്ണൻ, ജാബിർ പാട്ടില്ലം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആവണി ചന്ദ്രൻ കവിത ആലപിച്ചു. ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ സ്വാഗതവും രാഘവൻ വെള്ളിപ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ കല്ലങ്കയിൽ പിക്കപ്പ് മറിഞ്ഞ് 14 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. മത്സ്യബന്ധനത്തിന് ശേഷം കസബ അഴിമുഖത്ത് തോണിയെടുപ്പിച്ച് നാട്ടിലേക്ക് പിക്കപ്പിൽ മടങ്ങവെയായിരുന്നു അപകടം. മൊഗ്രാൽ പുത്തൂർ കല്ലങ്കയിൽ പിക്കപ്പ് മറിഞ്ഞ് 14 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. കുമ്പള കോയിപ്പാടി കടപ്പുറത്തെ വേണു, മഹേഷ്, മാധവൻ, ഉവൈസ്, മണി, രാജേഷ്, സതീശൻ, വേണു, സായൂജ്, പ്രമേഷ്, ബാബു, ഉമേശൻ, കൃഷ്ണൻ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ 4 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഞായറാഴ്ച 7:30യോടെയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് മത്സ്യബന്ധനത്തിന് ശേഷം കസബ അഴിമുഖത്ത് തോണിയെടുപ്പിച്ച് നാട്ടിലേക്ക് പിക്കപ്പിൽ മടങ്ങുകയായിരുന്നു ഇവർ. മൊഗ്രാൽ പുത്തൂരിനടുത്തെത്താറായ പിക്കപ്പ് കല്ലങ്കൈ ഹൈവേയിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംസ്ഥാന ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പള മേഖലാ സമ്മേളനം നടന്നു. ഇതോടൊപ്പം കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പള മേഖലാ കമ്മിറ്റി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും നടത്തി. നയാബസാറിലെ ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം MLA A.K.M. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പൊതുപരിപാടികൾക്കും മറ്റ് സാംസ്കാരിക പരിപാടികൾക്കുമൊക്കെ രാത്രി 10 മണിക്ക് കർശനമായി മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ ആവശ്യപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്ന് A.K.M. അഷ്റഫ് MLA പറഞ്ഞു. ശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ പോലും 10 മണിയാവുമ്പോൾ തന്നെ കർശനമായി നിർത്തണമെന്ന് പറയുന്നത് നാട് ഇത്രയേറെ പുരോഗമിച്ചിട്ടും ലോകമാകെ മാറ്റത്തിന് തുടിക്കുമ്പോഴും നല്ലൊരു സമൂഹത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ബഷീർ അധ്യക്ഷത വഹിച്ചു. TV ബാലൻ, സുരേന്ദ്രൻ, സിബു സൈൻ എന്നിവർ മുഖ്യാതിഥികളായി. അജിത്, ഗോകുൽ എന്നിവർ വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഹംസ, ഫിറോസ്, സുരേഷ്, നാസർ, സുകുമാർ, റസാഖ്, പ്രവീൺ, അബ്ദുൽ ലത്തീഫ്, അജേഷ്, ലത്തീഫ് അബ്ബു, സുനിൽ എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ സ്വാഗതവും പുരുഷോത്തമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം നടന്നു. ചെറുവത്തൂർ റെയിൽവേ വികസനം വേഗത്തിലാക്കണമെന്ന് യോഗം റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ത്വരിതപ്പെടുത്തണമെന്നും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിനും കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിനും ചെറുവത്തൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ചെറുവത്തൂർ പ്രസ് ഫോറം ജനറൽ ബോഡി യോഗം റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെട്ടു. വരുമാനത്തിൽ മുൻപന്തിയിലായിട്ടും നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ചെറുവത്തൂരിനോട് തികഞ്ഞ അവഗണനയാണ് റെയിൽവേ അധികാരികൾ വെച്ചു പുലർത്തുന്നത്. ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാല OP പുനരാരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് രജീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിജേഷ് പട്ടോളി പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.
ടി രാജൻ, ഉദനൂർ സുകുമാരൻ, സുധീരൻ മയിച്ച, ഉറുമീസ് തൃക്കരിപ്പൂർ, ബാലചന്ദ്രൻ എരവിൽ, പ്രകാശൻ മാണിയാട്ട്, വിജയൻ ചീമേനി, അജേഷ് കരക്കേരു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ടി രാജനെ പ്രസിഡന്റായും, രജീഷ് കുളങ്ങര, പ്രകാശൻ മാണിയാട്ട് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഉദനൂർ സുകുമാരനെ സെക്രട്ടറിയായും, ദിജേഷ് പട്ടോളി, വിജയൻ ചീമേനി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, സുധീരൻ മയിച്ചയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സ്ഥിരം മോഷ്ടാവ് ബേക്കൽ പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതിയായ മുഹമ്മദ് ഷംനാസിനെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച് സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സ്ഥിരം കുറ്റവാളിയാണ് പിടിയിലായ മുഹമ്മദ് ഷംനാസ്. ജയിലിൽ നിന്നിറങ്ങിയാൽ വീണ്ടും സമാന കുറ്റകൃത്യം ചെയ്യുന്ന ഇയാൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളായ ഷംനാസ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 825/25, നാദാപുരം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 600/25, ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 610/25 എന്നീ കേസുകളിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് വഴിയാത്രക്കാരുടെ മാല പിടിച്ചു പറിച്ച ശേഷം കടന്നുകളഞ്ഞ കേസുകളിലെ പ്രതി കൂടിയാണ്. ഇയാളെ ബേക്കൽ പോലീസ് അതിസാഹസികമായാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ബേക്കൽ DYSP മനോജ് VVയുടെ മേൽനോട്ടത്തിൽ ബേക്കൽ IPS HO ശ്രീദാസ് MV, SI സവ്യ സച്ചി, CPOമാരായ ഷാജൻ ചീമേനി, ബിനീഷ് ചായോത്തെ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേസിലാണ് ഷംനാസ് പിടിയിലായത്. തുടർന്ന് ഇയാളെ ബേക്കൽ പോലീസ് ന്യൂമാഹി പോലീസിന് കൈമാറി. ഷംനാസ് ഇതിനു മുൻപ് ബേക്കൽ, മേൽപ്പറമ്പ്, കാസർഗോഡ്, പരിയാരം പോലീസ് സ്റ്റേഷനുകളിൽ 10ഓളം മാല പിടിച്ചു പറിക്കൽ കേസുകളിലും വയനാട് ജില്ലയിൽ NDPS കേസുകളിലും ഉൾപ്പെട്ട ആളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരിവാർ ബൺസ് യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കെസറുഗദ്ദെ നാടിനുത്സവമായി. കാസർഗോഡ് അമ്മയിലെ ചെളിക്കണ്ടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ ഗ്രാമീണ മത്സരത്തിലും കായിക വിനോദ മത്സരങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തുളുനാടിൻ്റെ സംസ്കൃതിയും പൈതൃകവും വിളിച്ചോതി കാസർഗോഡ് അമേയിലെ ചെളിക്കണ്ടത്തിൽ നടന്ന കെസറുഗദ്ദെ നാടിനുത്സവമായി. പരിവാർ ബൺസ് യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രാമീണോത്സവം സംഘടിപ്പിച്ചത്. കൃഷ്ണനായിക് ബീരന്ത് ബയൽ നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിവാർ ബൺസ് സംഘം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ് നായിക് B, സെക്രട്ടറി യോഗീഷ് നായിക് മധൂർ, ചന്ദ്രശേഖർ നായിക് മംഗലാപുരം, പുരുഷോത്തം M നായിക്, കാസർഗോഡ് നഗരസഭാ കൗൺസിലർമാരായ വിമല നായിക്, അശ്വിനി നായിക്, രാജ ഗണേഷ്, അനീഷ്, ചന്ദ്ര, ജഗന്നാഥ ബീരന്തവയൽ, പവൻ, ശ്രീനി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. തുടർന്ന് ചെളിക്കണ്ടത്തിൽ വിവിധ ഗ്രാമീണ മത്സരങ്ങളും കായിക വിനോദ മത്സരങ്ങളും നടന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായി മാറിയ കെസറുഗദ്ദെ പരിപാടി കാർഷിക സംസ്കൃതിയുടെ മനോഹരമായ ആവിഷ്കാരമായി മാറി. മണ്ണിനെ അറിഞ്ഞ് മണ്ണിനോടുള്ള സ്നേഹമറിയിച്ച് ഒരു നാടൊന്നാകെ ഈ ഗ്രാമീണോത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ തസ്തിക അനുവദിച്ച് പ്രസവം എടുക്കുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. ITയിലെ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം P. ശാന്താകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിനകത്ത് പട്ടിണിയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊള്ളുന്ന കുടുംബങ്ങളിലെ മുഴുവൻ സ്ത്രീകൾക്കും 15 ലക്ഷം രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുമെന്നുള്ള മോഹന സുന്ദര വാഗ്ദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ആളുകളെല്ലാം എന്തോ ഇനി നമുക്കൊരു നല്ല ജീവിതം അല്ലെ 10-70 വർഷക്കാലം
അല്ലെങ്കിൽ 65 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച UPA-യുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റിനെ മാറ്റി ഒരു പുതിയ ഗവൺമെന്റ് വന്നാൽ നമുക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് BJP അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അസോസിയേഷൻ തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് പ്രസിഡന്റ് TV സീമ അധ്യക്ഷത വഹിച്ചു. CPM ടൗൺ ലോക്കൽ സെക്രട്ടറി TP ഉഷ, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് EK മല്ലിക, സംഘാടക സമിതി ചെയർമാൻ E സിന്ധുലാൽ, MK പ്രസീത, K സുനിത, PV പ്രസന്ന, K സുശീല, MV രേഖ, K മനൂജ, V സ്വപ്നലേഖ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് ബീരിച്ചേരി റെയിൽവേ മേൽപ്പാലങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരുന്നതായി പരാതി. രക്ഷിതാക്കളും പൊതുജനങ്ങളും വലിയ ആശങ്കയിൽ. കുട്ടികൾ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോകാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലെന്ന് നാട്ടുകാർ. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങൾ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു. സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന ചെറിയ കുട്ടികൾക്കാണ് തെരുവ് നായ്ക്കൾ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. ഒറ്റയ്ക്ക് കുട്ടികളെ അയക്കുന്നതിൽ രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ്. സമീപ ദിവസങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റതായി പറയുന്നു. കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് 2 സ്ഥലങ്ങളിലായി തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മച്ചമ്പാടി കോടി, ബഡാജെ ചൗക്കി എന്നിവിടങ്ങളിലാണ് 2 പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. മച്ചമ്പാടി കോടിയിൽ താമസിക്കുന്ന മെഹ്മൂദ് എന്നയാളുടെ 8 വയസ്സുള്ള മകനെ വീട്ടുമുറ്റത്തു നിന്നുമാണ് തെരുവ് നായ ആക്രമിച്ചത്. കുട്ടിയെ ഉടൻ തന്നെ കാസർഗോഡ് ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവയ്പ് നൽകി. കുട്ടിയെ തെരുവ് നായ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതേ ദിവസം വൈകുന്നേരമാണ് ബഡാജെ ചൗക്കിയിൽ മറ്റൊരാൾക്ക് നേരെയും തെരുവ് നായ ആക്രമണമുണ്ടായത്. ബഡാജെ ചൗക്കിയിലെ മുസ്തഫയ്ക്കാണ് നായയുടെ കടിയേറ്റത്. കൈക്കാണ് പരിക്കേറ്റത്. പ്രാഥമിക ചികിത്സ നൽകുകയും കുത്തിവയ്പ്പെടുക്കുകയും ചെയ്തു. ഈ 2 സംഭവങ്ങൾ പ്രദേശവാസികളിൽ വളരെയധികം ആശങ്കയുയർത്തിയിട്ടുണ്ട്. തെരുവ് നായിൻ്റെ ശല്യം ഒന്നിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ. നമ്മൾ അപ്പുറത്തെ പള്ളിയല്ല ഭയങ്കര ഇതിനാലെ വൈകുന്നേരമല്ല തെരുവ് നായി വന്നിട്ട് ഒരു കിടാവിനെല്ലാം കടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയല്ലേ. ഇതിനാരും പഞ്ചായത്തുകാർ അവർ നമ്മളെ മെമ്പർമാർ ആരും ശ്രദ്ധിക്കാൻ ആരും ഇല്ലേ. ഇങ്ങനെ ആയതുകൊണ്ടൊക്കെ നമുക്ക് നമ്മളൊന്ന് മക്കളെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത്? ഇതിക്കൊരു വഴി ഉണ്ടാക്കിയിട്ടേ വേണോ, ഇല്ലാണ്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുവരെയായും യാതൊരു വിധത്തിലുള്ള ഗൗരവപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കുവാനോ സ്കൂളുകളിലേക്ക് പോകുവാനോ സാധിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ഇവർ പറയുന്നു. മഞ്ചേശ്വരത്തെ പല ഭാഗങ്ങളിലും തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കാവുന്നതിനും അപ്പുറമെത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടുകയും നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മാണിയാട്ട് കോറസ് കലാസമിതി വിജയോത്സവം നടത്തി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മാണിയാട്ട് വില്ലേജിൽ നിന്നും LSS, USS, SSLC, +2 പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികവ് നേടിയവരെയും അനുമോദിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കോറസ് പ്രസിഡന്റ് C രാജേഷ് അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, MV കോമൻ നമ്പ്യാർ, ഉദിനൂർ ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു. K റിലീഷ് സ്വാഗതവും ഷിജോയ് മാണിയാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് ലഹരിക്കെതിരെ മധു ബേടകത്തിന്റെ ഏകപാത്ര നാടകവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ 2 ദിവസങ്ങളായി നടന്നുവന്ന അന്താരാഷ്ട്ര ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്തോനേഷ്യൻ ടീം ജേതാക്കളായി. റാങ്കിങ്ങിൽ ഇന്ത്യയുടെ 10ാം നമ്പർ താരം കോയമ്പത്തൂർ സ്വദേശി ഗണേഷ് വിമൽരാജ് ടീമിനെയാണ് ഇന്തോനേഷ്യൻ ടീം പരാജയപ്പെടുത്തിയത്. ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ കളത്തിൽ 2 ദിവസങ്ങളിലായി 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിൽ 22-20, 21-17 സ്കോറിൽ തുടർച്ചയായി 2 സെറ്റുകൾ കൈപ്പിടിയിലാക്കി ഇന്തോനേഷ്യയിൽ നിന്നുള്ള ബഗാസ്കോരോ ഹംസ മർവാൻ സഖ്യമാണ് 1 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും സ്വന്തമാക്കിയത്.
ആദ്യ സെറ്റിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് ഗണേഷ് വിമൽ സഖ്യം കീഴടങ്ങിയത്. രണ്ടാം സെറ്റിൽ പൂർണ്ണ ആധിപത്യം ഇന്തോനേഷ്യൻ ടീമിനായിരുന്നു. എങ്കിലും അവസാന ഘട്ടത്തിൽ അവർ പോയിന്റ് ഉയർത്തി. റണ്ണേഴ്സായി 1,00,000 രൂപ നേടിയ തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ ഗണേഷും വിമലും 4 തവണ സൗത്ത് ഇന്ത്യൻ മത്സര ജേതാക്കളാണ്. സമാപന ചടങ്ങിൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുല്ല അധ്യക്ഷത വഹിച്ചു. NKP അബ്ദുൽ അസീസ്, മുഹമ്മദ് കൂക്കോട്ട്, നൌഷാദ് വെള്ളൂർ, സജിത്ത് പലേരി എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പ്രസ് ക്ലബ് ഹാളിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ വൈവിധ്യങ്ങളായ ഗോത്ര കലാരൂപങ്ങളുടെ സംഗമവേദിയായി ജനകൽസ. കാസർഗോഡ് കുറ്റിക്കോലിലായിരുന്നു പരിപാടി. കേരള സംസ്ഥാന ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഉപ്പള മേഖലാ സമ്മേളനം നടന്നു. കുടുംബസംഗമവും നടത്തി. സുറാബിന്റെ ഇങ്ങ് വടക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈബ്രറിയിലായിരുന്നു പ്രകാശന ചടങ്ങ്. കല്ലങ്കയിൽ പിക്കപ്പ് മറിഞ്ഞ് 14 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. മത്സ്യബന്ധനത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.